ഫ്രണ്ട്സ് നമ്മളിന്ന് പാം എക്സോട്ടിക്കയിലേക്കാണ് പോണത്. പാം എക്സോട്ടിക്ക എന്ന് പറയുന്നത് ഇവിടെ ഹൈദരാബാദിലുള്ള ശങ്കർപ്പള്ളി പറയുന്ന ഒരു ഔട്ട്സ്കേർട്ടിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് പിന്നെയും കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ആ റിസോർട്ട് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ രണ്ട് സൈഡും ഇത് അവരുടെ തന്നെയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഫുള്ള് ബെയർ ലാൻഡാണ്, നിറയെ ട്രീസുമായിട്ട്. കുറേ ദൂരം ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ഒരു സെക്യൂരിറ്റി അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കൈ കാണിക്കും, അങ്ങോട്ട് പോയിക്കോളൂ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അയാൾ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ റിസപ്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് റിസപ്ഷനിലേക്ക് പോകാനാണ് അയാൾ പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ റിസപ്ഷനിലെത്തി. അപ്പോൾ ഏട്ടന് ഒരു ഇമ്പോർട്ടൻ്റ് കോൾ വന്നു, അതുകൊണ്ട് ഏട്ടൻ ഫുള്ള് ബിസിയായി. അപ്പം ഞാനും കുഞ്ചും കൂടെ അവിടെ നിന്ന് ഷോ കാണിക്കാൻ തുടങ്ങി. കുഞ്ചും അല്ല, ഞാൻ കേട്ടോ. അവൾ വീഡിയോ എടുത്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള എല്ലാ പ്ലേസസും നല്ല മനോഹരമായിട്ട് ക്യാമറയിൽ പകർത്തിയെടുത്തു. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾക്ക് അവിടെ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നത് ഇങ്ങേരെയാണ്. ആരാണറിയോ? നമ്മുടെ ബുദ്ധൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബുദ്ധൻ്റെ ഡിഫറൻറ്റ് ടൈപ്സിലുള്ളത്, ഇരിക്കുന്നതും കിടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. അത് ഈ മരം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഏതോ ഒരു മരമാണ് നിൽക്കുന്നത്. അതിനുശേഷം ഇതാണ് റിസപ്ഷൻ. റിസപ്ഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു ജീവനുള്ള ഒരു ടോട്ടോയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വെറുതെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഇവിടെ ഇതിലിങ്ങനെ എന്താണ് പൂക്കൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു ബുദ്ധൻ കിടക്കുന്നുണ്ടോ. പിന്നെ ഞങ്ങൾ കുറേ സമയം ഇവിടെ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരുന്ന് അവർക്ക് എന്തോ പാവം തോന്നിയിട്ടായിരിക്കും ഞങ്ങൾക്ക് കൊണ്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ട് തന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കുഞ്ചുവിന് ഇഷ്ടപ്പെട്ടില്ല, അതും കൂടെ ഞാൻ കുടിക്കേണ്ടി വന്നു. ഈ ടൈപ്പ് ഓഫ് പാം ഉണ്ടല്ലോ, നമ്മളുടെ ഓർണമെൻ്റലായിട്ടുള്ളത്, അടയ്ക്ക മാതിരിയുള്ളത്, അത് എല്ലായിടത്തും ഉണ്ട്. മേ ബി അതായിരിക്കും പാം എക്സോട്ടിക്ക എന്ന് വിളിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വെറുതെ ബോറടിച്ചപ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ കുറേ റൂംസ് കണ്ടു കേട്ടോ. ഇതെല്ലാം സ്റ്റാൻഡേർഡ് റൂംസ്, അവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റേറ്റുള്ള റൂംസാണിത് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇവർക്ക് ഇവിടുന്ന് പൂളിലേക്കാണെങ്കിലും ദൂരമായിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു റൂം മാത്രമേ ഉള്ളൂ. റൂം പറഞ്ഞാൽ സിംഗിൾ റൂമായിട്ടുള്ളത്, അതാണ് ഏറ്റവും ബേസിക്. അവിടെ ഒരു ബുദ്ധൻ ഇരിക്കുന്നുണ്ട് വെള്ളത്തിനകത്ത്. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോയപ്പോഴേക്കും ഇവിടെ ഈ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകണത് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പുറകിലിരിക്കുകയാണ്. പുറകിൽ ഉൾട്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ നന്നായി എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. ഇവിടെയാണ് വന്നിട്ട് പാർക്കിംഗ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പാർക്ക് ചെയ്യുന്നവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പാർക്കിംഗ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വില്ലയിലേക്ക് എത്തിയിരിക്കുന്നത് കണ്ടോ. പുറകിലിരുന്ന് എടുത്തുകൊണ്ടാണ് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനി ഓർക്കിഡ് വില്ലാസ് എന്ന് പറയുന്നതാണ്. ഇതിൽ വന്നിട്ട് ഇതും ഇങ്ങനെ തന്നെ മേളിലും താഴത്തും സെപ്പറേറ്റ് റൂംസാണ്. പ്രൈവറ്റ് പൂളൊന്നുമില്ല. സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റേറ്റ് ഉള്ള റൂംസ് അതാണ്. പ്രൈവറ്റ് പൂൾസാണ് ഏറ്റവും റേറ്റ് കൂടുതലുള്ളത്. അപ്പോൾ കുറേ എനിക്ക് പ്രൈവറ്റ് പൂളിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്രാവശ്യം എന്തായാലും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആയിരുന്നു അന്ന് കേട്ടോ, ഇന്നല്ല. അപ്പോൾ ഇത് ബാത്റൂം, ഇത് വന്നിട്ട് നമ്മളെ ബെഡ്റൂമാണ്. റൂമൊക്കെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടുണ്ട്. ബാത്റൂമൊക്കെ സൂപ്പർബായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് പൂൾ. ഞാൻ ഇതേ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അവിടെയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആൾക്കാർ വന്നതിന് ശേഷം മാത്രമേ അവർ ക്ലീൻ ചെയ്യുള്ളൂ. എന്താ പറഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ടാലും ക്ലീൻ ചെയ്യും, പക്ഷേ പിന്നെയും പൊഴിഞ്ഞ് വീണുകൊണ്ടേയിരിക്കും. എന്താ പറഞ്ഞാൽ ഫുള്ള് കണ്ടില്ല, ഇതും കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചുറ്റും മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിട്ടുണ്ട്. ഹൈദരാബാദിലെ ഈ 42 ഡിഗ്രീസിൽ നിന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇത് ബാക്ക് സൈഡിലെ ഗേറ്റാണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ അവിടെയായിട്ട് നമ്മുടെ പബ്ലിക് പൂൾ കാണാൻ പറ്റും. അവിടെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പൂൾ അവിടെയുണ്ട്. ആക്ച്വലി ഞങ്ങൾ പോയത് മൺഡേ ആയിരുന്നുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ കൂടാണ്ട് ഒരു 2 ഫാമിലിയേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അവരൊന്നും ഇവിടെ വന്ന് യൂസ് ചെയ്തെന്ന് തോന്നുന്നില്ല പൂളിൽ, നമുക്കറിയില്ല. നമുക്ക് പിന്നെ പ്രൈവറ്റ് പൂൾ ഉള്ളതുകൊണ്ട് വെളിയിൽ പോകേണ്ട ആവശ്യം വന്നില്ല. ഇവിടെ ഇരിക്കാം, പക്ഷെ നമുക്ക് ഇരിക്കാനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം 2 o'clock, പക്ഷേ ഞങ്ങളവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തപ്പോഴേ 4 o'clock ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയമെങ്കിലും പൂളിൽ കളിക്കണ്ടേ. അപ്പോൾ പൂളിൽ എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു ഇതിൻ്റെ പേരിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ മെല്ലെ വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഒരു ഈവനിങ് ആയി കഴിഞ്ഞു, കണ്ടില്ല, ലൈറ്റ്സൊക്കെ വന്നു കഴിഞ്ഞു. ഇത് ഒരു ഫോറസ്റ്റ് ടൈപ്പ് ആയതുകൊണ്ട് ഇരുട്ട് വേഗം തന്നെ വന്നു കളയും. ഇങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയപ്പോഴേക്കും കണ്ടോ എന്ത് ഭംഗിയാണല്ലേ പൂള് കാണാനായിട്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് കണ്ട വില്ലാസ് തന്നെ. അവർക്ക് ബാക്കിൽ കൂടെയും ഡോറുണ്ട് തോന്നുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്.
എത്ര സൂപ്പറായിട്ടുണ്ടല്ലേ പൂള് കാണാനായിട്ട്. ഇത് വന്നിട്ട് 8 കാലുകളുള്ളതാണ്. എന്താ അറിയോ? സ്പൈഡറല്ല, ഒക്ടോപ്പസ്. ഇതിൻ്റെ പേര് ഒക്ടോപ്പസ് പൂൾ എന്ന് തന്നെയാണ് കേട്ടോ. അതിന് ഒക്ടോപ്പസിനെ മാതിരിയുള്ള ഒരു ഷേപ്പിലാണ് ആ പൂളിനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ 8 കാലുകളുണ്ട്. അങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടോ എത്ര ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഈ ബ്ലൂ കളർ ടൈലൊക്കെ അതിനുള്ളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും നല്ല ക്ലീനായിട്ട് ബ്ലൂ കളറിൽ കാണുന്നല്ലേ. എത്ര ഭംഗിയായിട്ട് എൻ്റെ ഒറിജിനലായിട്ടത് എങ്ങനെയുണ്ടാവുമെന്ന് ആർക്കറിയാം. അവിടുന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നടന്നു. കുറേ സമയം നടന്ന് നമുക്ക് റിസോർട്ടിലൊന്നും പോയാൽ ബോറടിക്കുകയില്ല. നമ്മളെല്ലാം നമ്മളുടെ ടെൻഷൻസും എല്ലാം മാറ്റി വെച്ച് റിലാക്സ് ആകണം. ലൈഫ് എപ്പോഴെങ്കിലും ഒക്കെ പോകണ്ടേ. അതിനുശേഷം എന്താ ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് പോയപ്പോഴേക്കും അവിടെയും എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. അവിടെ ഇവരിങ്ങനെ ഓരോ ബൊമ്മകളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ല് കൊണ്ടുള്ള കുറേ ബുദ്ധൻ അല്ലാണ്ട് വേറെ അതായത് ഇങ്ങനത്തെ എന്തൊക്കെയോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബാക്കിൽ ഒരു വൈറ്റ് കളർ വോൾ കാണില്ലേ, അതൊക്കെ പ്രൈവറ്റ് പൂളുകളാണ് കേട്ടോ. ആ സൈഡിലേക്ക് ഫുൾ പ്രൈവറ്റ് പൂൾസാണ്. സിംഗിൾ ബെഡ്റൂമിൻ്റെ ഡബിൾ ബെഡ്റൂമിൻ്റെ ഒക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫുഡ് വല്ലതും വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും, ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന്. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് വർത്തമാനം പറയാനും. കൂടുതലും ഇവിടെ ഓരോ ആൾക്കാരൊക്കെ ഈ IT ഫീൽഡിലുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ നിറയെ പേര് ഗെറ്റ് ടുഗദറിനും അങ്ങനെയൊക്കെ വരും. ഇത് വന്നിട്ട് ഫിയസ്റ്റ, അവിടെയാണ് റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ പുറകെ വരുന്നുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാൻ. ഇതാണ് ഫിയസ്റ്റ. എത്ര മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർബായിട്ടുള്ള പ്ലേസ്. പക്ഷേ ആകെ കൂടെ പേടിയായത് എനിക്ക് രാത്രിയിൽ മാത്രമാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയാകാൻ പോണ ടൈമിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും കുറേ ആൾക്കാരുണ്ട്, കുറേ ഫാമിലി ഉണ്ട്. നമുക്ക് നന്നായിരിക്കും. ഇത് ആകെ ഉള്ളത് 2 ഫാമിലി. അപ്പം തന്നെ അത് ഹസ്ബൻഡ് വൈഫും മാത്രം. റീസെൻ്റ്ലി മാരീഡ് ആണോ ഒന്നും അറിയില്ല. അവർ വേഗം തന്നെ പോയി. അവരെ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ ആകെ ഒരു പ്രാവശ്യം വന്ന ടൈമിൽ കണ്ടതേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളിതാ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളങ്ങനെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളപ്പോൾ ഇങ്ങനെ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും നമ്മൾ വെളിയിലേക്ക് തന്നെ വന്നു. കണ്ടു കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ഇവർ 2 കുഞ്ചുവിൻ്റെയും ഏട്ടൻ്റെയും നടുവിൽ ഞാൻ നടക്കേണ്ട സിറ്റുവേഷനായിരുന്നു. ഈ പാലയിലിരുന്ന് യക്ഷിയൊക്കെ മൂളുന്ന പോലെ കണ്ടോ എങ്ങനെയുണ്ടെന്ന്. അത് രാത്രി നമ്മൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ആ കാറ്റിൻ്റെ പവറും ഫൂന്നും പറഞ്ഞ് കാറ്റടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ കൂടെ കുറേ മോൺസ്റ്റേഴ്സിനെ മാതിരി തോന്നിക്കുന്ന കുറേ മരങ്ങൾ, ട്രീസ്, ഇതൊക്കെ കൂടെ കണ്ടിട്ട് ആ കൂടെ പേടിയായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇൻഡോറിൽ പോയിട്ട് അവിടെ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങൾ കുറേ സമയം എൻജോയ് ചെയ്തു. എന്തൊക്കെയോ ഇരുന്ന് കളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുഞ്ചു ഏതോ ചെസ് ബോർഡൊക്കെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനും അവിടെ സ്നൂക്കർ നോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. നമ്മളുടെ വില്ലയിലേക്ക് തിരിച്ചെത്തി. വില്ലയിൽ വന്നപ്പോഴേക്കും ബാക്കിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പേടിയായിരുന്നു കേട്ടോ സത്യമായിട്ടും. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, വണ്ടിയിൽ ആരും ഇല്ലായിരുന്നു, എനിക്ക് പേടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ച് നോക്കിയപ്പോഴേക്കും ഇതാണ് സിറ്റുവേഷൻ. ഫുള്ള് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഫുള്ള് ട്രീസ് അവിടെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ നല്ല ബോറായി കിടക്കുന്നുണ്ടായിരുന്നു. നിറയെ ഡ്രൈ ലീവ്സും ഒക്കെ വീണ് പൂൾ എവിടെ എന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അതുമാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു പാവം കിളിക്കുഞ്ഞിൻ്റെ കൂട് കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അത് ഇന്നലത്തെ കാറ്റത്ത് വീണതാണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ പിന്നെ പണി തുടങ്ങിയേക്കാം, എന്തായാലും പോകേണ്ടതല്ലേ. അതിന് മുമ്പിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി കുറേ സമയം കളിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളത്തിലിറങ്ങി ഇങ്ങനെ തണുപ്പാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഏട്ടൻ എന്ത് ചെയ്തു, വെള്ളം കോരി എൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു. അയ്യോ ഏട്ടാ വേണ്ട, തണുക്കണോ, തണുപ്പാണ്. അത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിലെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അസలు എനിക്ക് പോകണമെന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പറ്റിയ ഒരു ദിവസം കൂടെ നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെളിയിലേക്ക് മെല്ലെ ഇറങ്ങി വന്നിട്ട് പിന്നെ അവിടെ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നി വീഡിയോ മിക്സായി പോയോ എന്ന് തോന്നുന്നു. ഇത് രാത്രിയിലെ വീഡിയോ മാതിരി തന്നെ കാണുന്നുണ്ട്.
അങ്ങനെ പൂളൊക്കെ ശാന്തമായി കിടക്കുന്നു. ആ പൂളിൻ്റെ ആൾക്കാർ അവർ രാവിലെ വന്നവർ ക്ലീൻ ചെയ്തിട്ട് ഫുള്ള് ലീവ്സ് വീണ് കിടക്കണ്ടായിരുന്നു. അതൊക്കെ അവർ ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാനും ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളുടേത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് അയാൾ വന്ന് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്ത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയ ടൈമിൽ അയാൾ വന്നിട്ട് നന്നായി ക്ലീൻ ചെയ്ത് മോട്ടറൊക്കെ അടിച്ചിട്ട് പോയി കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട വില്ല വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റിസപ്ഷനിലേക്ക് പോവാണ്. അപ്പോൾ കീ കൊണ്ട് റിസപ്ഷനിൽ കൊടുത്തിട്ട് പോകണമല്ലോ. എനിക്ക് ഭയങ്കര എപ്പോഴും എവിടെയും പോയാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലില്ല. ഇവിടെ നിന്ന് എനിക്ക് വിട്ടു പോകുന്നപ്പോൾ ഭയങ്കര ഫീലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്വന്തം വീട്ടിലിരുന്ന് അതുപോലെ ഒരുപാട് എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര രസമായിട്ടുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. ഇതൊക്കെയല്ലേ നമുക്കിങ്ങനെ ലൈഫിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും പിന്നെയാണെങ്കിലും ഓർക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.